നമസ്കാരം, മലയാളി വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള തിരുവില്ലാമല വിലാദ്രിനാഥ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ആ ക്ഷേത്ര സന്നിധിയിലെ വിശേഷങ്ങളും കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഭക്തർ കയറുന്ന വഴിയെന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറുന്ന വഴിയെന്ന് പറഞ്ഞാൽ അത് അപ്പുറത്തെ സൈഡിൽ കൂടെയാണ്, അത് നമുക്ക് കാണാം. അപ്പോൾ ഭക്തർ ഉള്ളിലേക്ക് കയറുന്ന വഴിയെന്ന് പറയുമ്പോൾ ഞാനത് വേറെ ഈ നടയുടെ തന്നെ വേറൊരു ഭാഗമാണ്. അപ്പോൾ ആ ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ ഭക്തർ ഇതിലൂടെയാണ്, ഈ വഴിയിലൂടെയാണ് തിരുവില്ലാമല ക്ഷേത്രത്തിന് അകത്തേക്ക് പോകുന്നുള്ള വഴി. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗം അതാണെങ്കിലും അവിടെ ക്ലോസ്ഡ് ആയിരിക്കും, അതിൽ കൂടെ പോകാനുള്ള പെർമിഷൻ ഇല്ല. ഇതിലൂടെയാണ് പോകുന്നത്. ഇതിലൂടെ തന്നെയാണ് ഭക്തർ തൊഴുത് കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥന കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി എന്ന് പറയുന്നത് ഈ വഴി തന്നെയാണ്. തിരുവില്ലാമല ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്കിലെ തിരുവില്ലാമലയ്ക്ക് യാത്ര ചെയ്യാൻ സഞ്ചാരികളെ പ്രേരിപ്പിക്കുന്ന നിരവധി കാരണങ്ങളുണ്ട്. പ്രകൃതി കാഴ്ചകൾ ഒരുക്കുന്ന മലനിരകളും ചരിത്രവും വിശ്വാസവും ഇഴചേർന്ന് കിടക്കുന്ന ക്ഷേത്രങ്ങളും ഇവിടേക്ക് മല കയറി വരുന്ന സഞ്ചാരികളെ വീണ്ടും ഇവിടേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നു. തൃശ്ശൂർ നഗരത്തിൽ നിന്ന് 47 കിലോമീറ്റർ അകലെയാണ് തിരുവില്ലാമല സ്ഥിതി ചെയ്യുന്നത്. തിരുവില്ലാമല എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ പേരിന് പിന്നിൽ ശ്രീ വിലാദ്രിനാഥ ക്ഷേത്രത്തിൻ്റെ അടിഭാഗത്ത് വലിയൊരു ഗുഹയാണെന്നും അവിടെ ഒരു സ്വർണ്ണ കൂവളമുണ്ടെന്നും എന്ന വിശ്വാസത്തിലാണ് ഈ സ്ഥലത്തിന് വില്ലോമല എന്ന പേര് ലഭിച്ചത്. കൂവളത്തിന് വില്വമരം എന്നും പേരുണ്ട്. പ്രാചീന കാലത്ത് നിർമ്മിച്ച ശ്രീരാമക്ഷേത്രവും പുനർജനി ഗുഹയുമാണ് ഈ സ്ഥലത്തെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കുന്നത്. വില്ലോമലയിൽ കുടികൊള്ളുന്ന ശ്രീരാമൻ വിലാദ്രിനാഥൻ എന്നാണ് അറിയപ്പെടുന്നത്. വിലാദ്രിനാഥ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ ശ്രീരാമനെയും ലക്ഷ്മണനെയും പ്രതിഷ്ഠിച്ചുള്ള 2 ചെറിയ ക്ഷേത്രങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. വിഷ്ണുവിൻ്റെ രൂപത്തിൽ ചതുർബാഹുവായി ശംഖ്, ചക്രം, താമര, പൂ എന്നിവ കൈകളിലേന്തിയ നിലയിലാണ് ശ്രീരാമനെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രം പരശുരാമൻ നിർമ്മിച്ചതാണെന്നും ഇവിടുത്തെ ശ്രീരാമ പ്രതിഷ്ഠ സ്വയംഭൂവാണെന്നും വിശ്വാസികൾ കരുതുന്നു. രാവിലെ 5 മണിക്കും 11 മണിക്കും ഇടയിൽ, വൈകുന്നേരം 5 മണിക്കും 8 മണിക്കും ഇടയിലുമാണ് ഇവിടെ സന്ദർശന സമയം.
മറ്റു പ്രതിഷ്ഠകൾ പറ്റി പറയുവാണെങ്കിൽ മഹാഗണപതി, വീരഹനുമാൻ, അയ്യപ്പൻ, ശിവൻ, പാർവതി എന്നീ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ വഴിയിലൂടെയാണ്, ഈ ആൽമരമൊക്കെ കഴിഞ്ഞ് ഈ ആൽമരത്തിലൂടെ ഈ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ പോകുന്ന വഴിയാണ് നമ്മുടെ വിലാദ്രനാഥ ക്ഷേത്രത്തിൽ നിന്നും പുനർജനി എന്ന് പറഞ്ഞ സന്നിധിയിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത്. ഈ വഴിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വഴിക്ക് പോകാം. അപ്പോൾ ഈ അമ്പലത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരോ നാളുകളുണ്ടാവും. ആ നാളുകൾ ഇപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക എന്ന് പറയുന്ന എല്ലാ 27 നാളുകൾക്കുമുള്ള ആ നാളുകൾക്ക് ഉതകുന്ന തരത്തിലുള്ള എന്താ പറയുക, അതിനുള്ള വൃക്ഷത്തൈകൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. കാണുന്നതാണ് കിഴക്കേ നട. എന്ന് വെച്ചാൽ ഭക്തർ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുന്ന വഴി ഇതാണ്. അടുത്ത നട എന്ന് പറയുന്നത് അപ്പുറത്ത് കൂടെ കാണുന്ന നമ്മൾ ഭക്തർ കയറുന്നു. എന്ന് വെച്ചാൽ വടക്കേ നടയാണ്. അത് വടക്കേ നടയിലൂടെയാണ് ആൾക്കാർ പ്രാർത്ഥനയ്ക്കായി ഉള്ളിലേക്ക് കയറുന്നത്. ഇതാണ് നമ്മുടെ തിരുവില്ലാമല ക്ഷേത്രത്തിലെ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യമുള്ള സ്ഥലം.
ഇവിടെ പണ്ടൊരു ആലുണ്ടായിരുന്നു, വലിയൊരു ആല്. ഒരു എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ആലാണ്. ആല് പോയതിന് ശേഷം കുറച്ച് കാലം മുമ്പെയാണ് ഇപ്പോൾ പുതിയൊരു ആല് നട്ടുപിടിപ്പിച്ചത്. ഇവിടെ നിന്നു പോകും.